നമസ്കാരം. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് യൂറോപ്പിൽ ജീവിച്ചിരുന്ന ഒരു വലിയ തത്വചിന്തകനാണ് ഡോക്ടർ ജോൺസൺ. അദ്ദേഹമാണ് സിഗരറ്റിന് മനോഹരമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ കൊടുത്തത്. ഒരറ്റത്ത് കനലും മറ്റേ അറ്റത്ത് ഒരു വിഡ്ഢിയും എന്നാണ് അദ്ദേഹം സിഗരറ്റിനുള്ള ഡെഫിനിഷനായി കൊടുത്തത്. അദ്ദേഹത്തിന്റെ തന്നെ പ്രസിദ്ധമായ ഒരു കോട്ടുണ്ട്, പാട്രിയോട്ടിസം ഈസ് ദ ലാസ്റ്റ് റെഫ്യൂജ് ഓഫ് എ സ്കൗണ്ടറൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് രാഷ്ട്രീയം എന്നത് ഒരു തെമ്മാടിയുടെ അവസാനത്തെ അഭയമാണെന്ന്. ഇപ്പോൾ പല കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് അത് യാഥാർത്ഥ്യമാണെന്ന് തോന്നും. പല ആളുകളും, പല തെമ്മാടികളും രാഷ്ട്രീയം അഭയമാക്കിയിട്ടുണ്ട്. ഇവിടെ രണ്ട് നിയമനങ്ങളെ കുറിച്ച് രണ്ട് വീഡിയോകൾ നമുക്കൊന്ന് കാണാം. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ ഗേൽക്കർ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാവും. നിയമന ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങും. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് രത്തൻ ഗേൽക്കറെ സെക്രട്ടറിയായി appointed as the West Bengal Chief Secretary. Manoj Agarwal has been appointed as the Bengal Chief Secretary and he was the Chief Electoral Officer conducting the elections. So both top Election Commission officers are now part of Shuvendu Adhikari's team. The duo Manoj Agarwal and Subrata Gupta had worked together in the SIR process and subsequently held peaceful election in West Bengal, and they are now part of the Chief Minister Shuvendu Adhikari's team. കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഗേൽക്കർ അദ്ദേഹത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ ചീഫ് സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ബംഗാളിൽ സുവേന്ദു അധികാരി, അവിടെ മനോജ് അഗർവാൾ എന്ന അവിടുത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസറെ അദ്ദേഹത്തെ അവിടെ സെക്രട്ടറിയായി നിയമിച്ചു. പക്ഷെ രണ്ട് പാർട്ടികളാണ്. ഇവിടെ കോൺഗ്രസ് ആണെങ്കിൽ അവിടെ BJP ആണ് ബംഗാളിൽ. പക്ഷെ രാഹുൽ ഗാന്ധി നിശിതമായി വിമർശിക്കുന്നു. തിരഞ്ഞെടുപ്പ് ചോരി നടത്തിയതിന് സഹായിച്ചത് കൊണ്ടാണ് വലിയ കളവ് വലിയ സമ്മാനം, വലിയ കള്ളൻ അയാൾക്ക് വലിയ സമ്മാനം കിട്ടിയെന്നുള്ള നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പ്രയോഗം അദ്ദേഹം നടത്തുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് BJP ജയിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഇതുപോലെ വോട്ട് ചോരി നടത്തിയിട്ടാണെന്ന്. തന്റെ സ്വന്തം കഴിവുകേടാണ് ഒരു കൃത്യമായിട്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന യുഗപ്രഭാവനായിട്ടുള്ള ഒരു മനുഷ്യൻ. ഇന്ന് രാഷ്ട്രീയം ചിന്തിക്കുന്ന, അദ്ദേഹത്തെ വിമർശിക്കുന്ന ആളുകൾക്ക് പോലും അറിയാം നരേന്ദ്രമോദിക്ക് തുല്യനായിട്ട് ഇന്ത്യയിൽ മറ്റൊരു രാഷ്ട്രീയ നേതാവില്ല. അദ്ദേഹത്തിന് നോക്കൂ, ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സ്, ഇപ്പോൾ യുവാക്കളുടെ എല്ലാം ഏറ്റവും ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന ഒരു സോഷ്യൽ സമൂഹ മാധ്യമമാണല്ലോ ഇൻസ്റ്റാഗ്രാമിൽ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് 2 കോടി ആളുകൾ, 20 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായി എന്ന് പറഞ്ഞ് ഈ ചാനലുകളെല്ലാം കത്തിക്കുമ്പോൾ 101 മില്യൺ ഫോളോവേഴ്സുമായി അവിടെ ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്ന നരേന്ദ്രമോദിയെ വിസ്മരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള യുഗപ്രഭാവനായിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് മുമ്പിൽ ഇദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആ വിശ്വാസ്യത, ജനങ്ങൾക്ക് മുന്നിലുള്ള അദ്ദേഹത്തിലുള്ള വിശ്വാസ്യത തകർക്കാൻ കളവാണെന്ന് പറയുകയാണ്. കർണാടകയിൽ അവർ ജയിക്കുമ്പോൾ നോക്കൂ, ഹരിയാനയിൽ ജയിക്കുമ്പോൾ, ഹിമാചൽ പ്രദേശിൽ ജയിക്കുമ്പോൾ, തെലങ്കാനയിൽ ജയിക്കുമ്പോൾ, കേരളത്തിൽ ജയിക്കുമ്പോൾ ഇതേ തിരഞ്ഞെടുപ്പ്, ഇതേ വോട്ടിംഗ് മെഷീൻ, ഇതെല്ലാം ആ സംവിധാനങ്ങൾ കൊണ്ട് തന്നെ കോൺഗ്രസ് ജയിക്കുമ്പോൾ അതിൽ വോട്ട് ചോരി കാണാത്ത ആളുകൾ, അതേ മനുഷ്യൻ BJP ജയിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് ചോരി, വോട്ട് ചോരി എന്ന ആരോപണം ഉയർത്തുകയാണ്. ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഡോക്ടർ സാമുവൽ ജോൺസന്റെ കോട്ട്, ദ പാട്രിയോട്ടിസം ഈസ് ദ ലാസ്റ്റ് റെഫ്യൂജ് ഓഫ് എ സ്കൗണ്ടറൽ എന്നത് അന്വർത്ഥമാക്കും വിധം അദ്ദേഹം ഇത് പറയുകയാണ്. അവിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസറെ, മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറെ അദ്ദേഹത്തെ അവിടെ ചീഫ് സെക്രട്ടറിയായി നിയമിക്കുമ്പോൾ അത് കള്ളത്തരമാകുന്നു. അതേപോലെ ഇവർ ഭരിക്കുന്ന സംസ്ഥാനത്ത് രത്തൻ യു ഗേൽക്കർ എന്ന് പറയുന്ന തിരഞ്ഞെടുപ്പ് ഓഫീസറെ കമ്മീഷൻ ഓഫീസറെ ചീഫ് സെക്രട്ടറിയായി നിശ്ചയിക്കുമ്പോൾ അത് സ്വർഗീയം, മറ്റേത് വർഗീയമാകുന്നു. ഇത് ഒന്നാം തരം കപടതയാണ്, ഹിപ്പോക്രസിയാണെന്ന് പറയാതെ വയ്യ. നിങ്ങൾ എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പുകളിൽ തോൽക്കുന്നു എന്നുള്ളതിന് കൃത്യമായിട്ട് മുൻകാലങ്ങളിൽ ചെയ്ത കാര്യങ്ങൾ, അധികാരം കിട്ടുമ്പോഴൊക്കെ അഴിമതിയും തമ്മിൽ തല്ലും ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ട് ജനങ്ങൾ തിരിച്ചറിവിന്റെ പാതയിൽ വരികയും നിങ്ങളെ തൂത്തെറിയുകയുമാണ് ചെയ്തത്. തിരിച്ച് നിങ്ങൾക്ക് ആ വിജയപാതയിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനേറ്റവും ദുർബലമായ ഒരു പാർട്ടിയായി പോകുന്നു. ആ സംവിധാനം ദുർബലമാകുന്നത് തങ്ങളെ പോലുള്ള ആളുകളുടെ നായകത്വം തന്നെയാണ്. കഴിവില്ലാത്ത ഒരാൾ ഇതിനെ നയിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഒരു പടയെ നയിക്കുന്നത് പോലെയാണ്. കരുത്തരായ ഒരു പടയെ ഒരു കഴുത നയിച്ചാൽ എങ്ങനെയുണ്ടാകും? കരുത്ത് കുറഞ്ഞ ഒരു പടയെ അല്ലെങ്കിൽ ഒരു സിംഹം നയിക്കുമ്പോൾ രണ്ടായിരിക്കും. സിംഹത്തിനാണ് ജയസാധ്യത കൂടുതൽ. അങ്ങനെ സിംഹത്തെ പോലെ ഒരു മനുഷ്യൻ മുൻപിൽ നിൽക്കുമ്പോൾ അവരുടെ പുറകിൽ നിൽക്കുന്ന ആളുകൾക്ക് ആത്മവിശ്വാസം കൂടും. ഒരു കഴുത മുന്നിൽ നിൽക്കുമ്പോൾ അവരുടെ പുറകിൽ നിൽക്കുന്ന ആളുകളുടെ ആത്മവിശ്വാസം എങ്ങനെയായിരിക്കും എന്നറിയാം. അത് തന്നെയാണ് കോൺഗ്രസിന്റെ അവസ്ഥ. വോട്ട് ചോരി ഒന്നുമല്ല, പകരം താങ്കളുടെ കഴിവുകേടാണെന്ന് മനസ്സിലാക്കുക. എങ്ങനെ തന്റെ പാർട്ടിയെ കരകയറ്റാം എന്ന് ചിന്തിക്കേണ്ടതാണ്. അതിന് പകരം ഇത്തരം വില കുറഞ്ഞ സംവിധാനങ്ങളോ പ്രസ്താവനകൾ കൊണ്ട് സ്വയം അപഹാസ്യനാകരുത് എന്ന് മാത്രമാണ് രാഹുൽ ഗാന്ധിയോട് പറയാറുള്ളത്.